നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യവും ബലൂച്ച് ലിബറേഷൻ ആർമിയും തമ്മിലുള്ള രക്തരൂക്ഷിതമായ പോരാട്ടം ഇപ്പോഴും തുടരുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നാശം വിതച്ചുകൊണ്ട് തന്നെയാണ് BLA ആക്രമണം നടത്തുന്നത്. അതിനിടയിൽ തന്നെ അവരെ നാണം കെടുത്തിക്കൊണ്ടുള്ള ചവേർ ആക്രമണത്തിന്റെ പെൺ പോരാളികളുടെ ചിത്രങ്ങൾ അടക്കം പങ്കുവെച്ചുകൊണ്ട് സൈന്യത്തെ കളിയാക്കുകയാണ് നിലവിൽ BLA. ലോകരാജ്യങ്ങളുടെ മുന്നിൽ എളിഭ്യനായി വീണ്ടും പാകിസ്ഥാൻ ആർമി ജനറലും പാകിസ്ഥാൻ ഭരണാധികാരികളും മാറുന്നു. ശനിയാഴ്ച രാവിലെ BLA ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യം വെച്ച് ഓപ്പറേഷൻ ഫരോഫ് തുടങ്ങി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 10 മുതൽ 12 മണിക്കൂറിനുള്ളിൽ BLA പാക് സൈന്യത്തിന് കൊടുത്തത് അതിശക്തമായ പ്രഹരമായിരുന്നു. പാകിസ്ഥാൻ സൈനിക ക്യാമ്പുകൾ പിടിച്ചെടുത്ത് ധാരാളം സൈനിക വാഹനങ്ങൾ കത്തിച്ച് 84ഓളം പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊന്നൊടുക്കിയെന്നാണ് BLA അന്ന് അവകാശപ്പെട്ടത്. BLA പാകിസ്ഥാൻ സൈന്യത്തിലെ 18 സൈനികരെ തട്ടിക്കൊണ്ടുപോയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതുവരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 177 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച സേനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 12ഓളം സർക്കാർ സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ചവേർ ആക്രമണം ആസൂത്രണം ചെയ്തത്. അതിൽ 17 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഈ ആക്രമണങ്ങളിൽ 2 വനിതാ ചാവേറുകൾ കൂടി പങ്കെടുത്തു. അവരുടെ ചിത്രങ്ങളടക്കം പുറത്തു വന്നു. പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും നാണക്കേടുണ്ടാക്കിയൊരു വിഷയമായി ഇത് മാറി. ഇതിനു പിന്നാലെയാണ് ശക്തമായി തിരിച്ചടിയും പാകിസ്ഥാൻ സൈന്യം നടത്തിയത്. ഈ ചവേർ ആക്രമണത്തിൽ 2 വനിതാ ചാവേറുകളുണ്ട് എന്ന് പറയുക മാത്രമല്ല, അവരുടെ ചിത്രമടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് BLA സ്ഥിരീകരിക്കുന്നത്. ഒരാളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2 ചാവേറുകളിൽ ഒന്ന് 24-കാരിയായിട്ടുള്ള ആസിഫ മെങ്കാളാണ്. ആസിഫ ബലൂചിസ്ഥാനിലെ ന്യുഷ്ടി സ്വദേശിയാണെന്നും 21-ാം വയസ്സിൽ BLAയിൽ ചേർന്നതാണെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തം താല്പര്യാർത്ഥം അവർ BLAയുടെ ചാവേറായി മാറിയെന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച നുഷ്കിയിലെ ISA ആസ്ഥാനത്ത് ആക്രമണം നടത്തിയത് ആസിഫയായിരുന്നു. എന്താണോ ഇന്ത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ BLA നിറവേറ്റുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏവരും പറയുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ ആക്രമണത്തെ ഇന്ത്യൻ സ്പോൺസേഡ് ആക്രമണം എന്ന രീതിയിൽ പാകിസ്ഥാൻ വിമർശിക്കുന്നത്, ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കാനായി ശ്രമിക്കുന്നത്. കൃത്യമായ മറുപടി വിദേശകാര്യ മന്ത്രാലയം ഇതിനൊക്കെ നൽകുന്നുമുണ്ട്. രണ്ടാമത്തെ സ്ത്രീയാകട്ടെ ഇതുവരെയും പാകിസ്ഥാന് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരവധി വിഘടനവാദി സംഘടനകളിൽ ഏറ്റവും പ്രമുഖമായ ഒന്ന് തന്നെയാണ്. അവർ സ്വന്തമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളുടെ വിഭവ മോഷണം അവസാനിപ്പിക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും ചൈനയുടെ, ശക്തമായി തന്നെ നിലകൊള്ളുന്ന ഒരു സംഘടന കൂടിയാണ്. രാഷ്ട്രീയ സ്വയംഭരണം, വിഭവ നിയന്ത്രണം, വികസനം എന്നിവ സംബന്ധിച്ച പരാതികൾ കാരണം പതിറ്റാണ്ടുകളായി അവിടെ കലാപം നടക്കുന്നു. ഈ പ്രവിശ്യയെ ചുറ്റിപ്പറ്റി പലവിധ വിഷയങ്ങൾ ഉയരുന്നു. പാകിസ്ഥാൻ സുരക്ഷാ സേനകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം നേരത്തെയും ഈ സേന ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ജാഫർ എക്സ്പ്രസ് അടക്കം തട്ടിക്കൊണ്ടുപോയത് നമുക്കറിയാവുന്നതുമാണ്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയതും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ളതുമായിട്ടുള്ള ഒരു പ്രവിശ്യ കൂടിയാണ് ബലൂചിസ്ഥാൻ. ഏറെ മനോഹരമായ ഒരു പ്രദേശം. വിഘടനവാദി വിമതരും ഭരണകൂടവും തമ്മിലുള്ള കുറഞ്ഞ തീവ്രതയിലുള്ള സംഘർഷങ്ങളുടെ ഒരു വേദിയായി പാകിസ്ഥാൻ മാറുന്നു. വർഷങ്ങളായി ആക്രമണത്തിൻ്റെ തീവ്രതയിൽ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന വലിയ ആക്രമണങ്ങളും പ്രത്യാക്രമണ പ്രവർത്തനങ്ങളുമൊക്കെ ആ മേഖലയുടെ പല മേഖലകളിലും പല ഭാഗങ്ങളിലും ജീവിതങ്ങളെ, സാധാരണ മനുഷ്യരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ബലൂചിസ്ഥാൻ മേഖല പല വർഷങ്ങളായി കലാപഭൂമിയായി മാറുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഭീകരർ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. 300ഓളം യാത്രക്കാരെ ബന്ദികളാക്കിയ സംഭവം ജാഫർ എക്സ്പ്രസ്. ഇപ്പോഴത്തെ സൈനിക നടപടിയുടെ ഭാഗമായി ശനിയാഴ്ച മുതൽ ബലൂചിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ അടക്കം പൂർണ്ണമായി റദ്ദാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പാകിസ്ഥാൻ സർക്കാർ കടക്കുന്നു. ഈ വർഷം ജനുവരിയിൽ മാത്രം പാക് സൈന്യവും BLAയും തമ്മിലുള്ള ആക്രമണത്തിൽ, ഏറ്റുമുട്ടലിൽ 386 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ 238 BLA പോരാളികളും 106 സുരക്ഷാ സേനാ അംഗങ്ങളും 42 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഡിസംബർ മാസത്തിലാകട്ടെ 341 മരണങ്ങൾ. 2025 ഇതുവരെ കണക്ക് നോക്കുകയാണെങ്കിൽ 2116 BLA, 1229 പാകിസ്ഥാൻ സുരക്ഷാ സേന, 655ഓളം സാധാരണക്കാർ എന്നിവരടക്കം 4000 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2014 ശേഷമുള്ള ഏറ്റവും ഉയർന്ന മരണസംഖ്യയായി 2025 രേഖപ്പെടുത്തുന്നു. അതിലും രൂക്ഷമായ മരണസംഖ്യ ഒരുപക്ഷെ 2026 സംഭവിച്ചേക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ. ആക്രമണം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ശനിയാഴ്ച ബലൂചിസ്ഥാനിലുടനീളമുള്ള 14 നഗരങ്ങളിലെ 48 സ്ഥലങ്ങളിൽ
ബലൂജ് പോരാളികൾ ഒരേ സമയം ആക്രമണം നടത്തിയെന്നാണ് ബലൂജിന്റെ പ്രസ്താവന പുറത്തു വന്നത്. 10 മണിക്കൂറിലധികം ഈ നഗരങ്ങളെ BLA നിയന്ത്രിച്ചു. ആ കാലയളവിൽ പാകിസ്ഥാൻ സൈന്യം, പോലീസ്, രഹസ്യാന്വേഷണ ഏജൻസി, CTD എന്നിവയിൽ നിന്നുള്ള 84 ഉദ്യോഗസ്ഥരെയാണ് കൊലപ്പെടുത്തിയത്. 18 പേരെ ജീവനോടെ പിടികൂടി. ആ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ BLAയുടെ കസ്റ്റഡിയിലുണ്ടെന്നാണ് BLA വക്താവ് ജിയാൻ ബലൂച്ച് മാധ്യമങ്ങളുടെ പ്രസ്താവനയിൽ പറഞ്ഞത്. പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളും കേന്ദ്ര സൈനിക ആസ്ഥാനവുമൊക്കെ അവർ പിടിച്ചെടുത്തു. അത് പാകിസ്ഥാൻ സൈനിക നീക്കത്തെ പൂർണ്ണമായി തടഞ്ഞെന്നാണ് BLA പ്രസ്താവനയിൽ പറയുന്നത്. മജീദ് ബ്രിഗേഡ് പോരാളികൾ പാകിസ്ഥാൻ സൈനിക താവളങ്ങൾക്കുള്ളിൽ ചാവേർ ആക്രമണം നടത്തി. അത് കനത്ത നാശമാണ് പാകിസ്ഥാൻ വിതച്ചതെന്നും പറയുന്നു. 30-ലധികം സർക്കാർ കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടു. ബോംബിട്ട് തകർക്കുകയോ കത്തിക്കുകയോ ചെയ്തുവെന്നാണ് BLA പറയുന്നത്. സുരക്ഷാ സേനാ താവളങ്ങൾ, ബാങ്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കോസ്റ്റൽ ഹൈവേയിലെ ആക്രമണങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെ തളർത്തിക്കഴിഞ്ഞുവെന്നാണ് BLA പറയുന്നത്. പല നഗരങ്ങളിലുമായി ഇപ്പോഴും ആക്രമണം തുടരുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ബലൂചിസ്ഥാനിലെ നിരവധി ജില്ലകളിലാണ് അതിഭീകരമായ ഏറ്റുമുട്ടൽ, സ്ഫോടനങ്ങൾ, സായുധ ആക്രമണങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നത്. ഓപ്പറേഷൻ ഹാരോഫിന്റെ 2ാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് BLA പറയുന്നു. ബലൂജ് എന്ന മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ജീവൻ കൊടുക്കാൻ പോലും തങ്ങൾ തയ്യാറാണെന്നാണ് നിലവിൽ BLA വ്യക്തമാക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും അതിരൂക്ഷമായ, രക്തരൂക്ഷിതമായ ആക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.